പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധം അത് പരിധി വിട്ട് അറബ് രാഷ്ട്രങ്ങൾക്ക് കൂടി നേരിട്ട് ബാധിച്ചാൽ എന്താകും അതിൻ്റെ അവസ്ഥ എന്നതിൻ്റെ നേരുദാഹരണമായിരുന്നു ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ പാഞ്ഞെടുത്ത ഇറാൻ്റെ ആ മിസൈലുകൾ തെളിയിച്ചത്. പ്രവാസികളും സ്വദേശികളും വിദേശികളും അവരുടെ ബന്ധുക്കളുമെല്ലാം ആശങ്കയുടെ മുൾമുനയിൽ നിന്ന സമയം, അറബ് രാഷ്ട്രങ്ങളെല്ലാം സ്തംഭിച്ചു പോയ നിമിഷം, ഒരു വേള യുദ്ധം അതിരുകൾ ലംഘിച്ച് അറബ് മേഖലയിലേക്ക് കൂടി വ്യാപിക്കുകയാണോ എന്ന് സർവരും ചിന്തിച്ചു പോയ നിമിഷം, സൗദിയും ഖത്തറും ബഹ്റൈനും കുവൈത്തും UAEയുമെല്ലാം അതീവ ജാഗ്രതയിലൂടെ പോയ നിമിഷം, സാധാരണഗതിയിൽ സജീവമായിരുന്ന GCCയുടെ വ്യോമമേഖല ശരവേഗത്തിൽ ശൂന്യമാക്കപ്പെട്ട നിമിഷം, പരിഭ്രാന്തിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഇറാൻ്റെ പ്രസ്താവനയെത്തുന്നു. ഖത്തർ ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, അവർക്ക് നേരെയല്ല ഞങ്ങളുടെ ആക്രമണം, ഞങ്ങൾ ലക്ഷ്യമിട്ടത് അമേരിക്കയെ. അതുവരെ ഇഴഞ്ഞു നീങ്ങിയ നയതന്ത്രത്തിന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേഗത കൈവരുന്നു. ഖത്തറിനൊപ്പമെന്ന് അറബ് രാഷ്ട്രങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും ഇറാനെ തള്ളിപ്പറയാനോ ചേർത്ത് നിർത്താതിരിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അവർ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും മേൽ സമ്മർദ്ദം ശക്തമാക്കി. സൗദി ചുക്കാൻ പിടിച്ചു, അറബ് രാഷ്ട്രങ്ങൾ പിന്നിൽ അണിനിരന്നു. പലതരത്തിൽ ഇറാൻ്റെ ഈ ആക്രമണത്തെ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ഖത്തറിലെ അമേരിക്കൻ താവളം ആക്രമിക്കുകയല്ലാതെ മറ്റൊരു വഴി ഇറാൻ്റെ മുന്നിലില്ലായിരുന്നു. ഈ ആക്രമണത്തോടെ ഇറാൻ ഉദ്ദേശിച്ചിടത്തേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഇറാന് കഴിഞ്ഞു എന്ന് വേണം നിഗമനത്തിലെത്താൻ. ഒന്നാമത്തേത്, യുദ്ധം നീളുകയാണെങ്കിൽ ഞങ്ങൾ മാത്രമാകില്ല ഇരകൾ എന്ന് അറബ് രാഷ്ട്രങ്ങളെ തന്ത്രപൂർവ്വം ബോധ്യപ്പെടുത്താനും അതോടൊപ്പം ഭീഷണിപ്പെടുത്താനും ഇറാന് കഴിഞ്ഞു. രണ്ടാമത്തേത്, അമേരിക്കയെ ആക്രമിക്കുന്നതോടെ യുദ്ധത്തിൽ കക്ഷിത്വം വെളിപ്പെടുത്താനും ഇറാന് സാധിച്ചു. ഒരു ഭാഗത്ത് അമേരിക്കയെയും നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയായിരുന്നു. നേരത്തെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഞങ്ങളുടെ ചുമതല കഴിഞ്ഞു എന്ന് ഇസ്രയേലിനെ ബോധ്യപ്പെടുത്തിയ അമേരിക്ക അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്ന നിലപാടിലായിരുന്നു ഇറാൻ. അതിന് കാരണമായത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയുടെ റഷ്യൻ സന്ദർശനമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള അറാച്ചിയുടെ കൂടിക്കാഴ്ച യുദ്ധത്തിൻ്റെ ഗതിവിധി തന്നെ മാറ്റിമറിച്ചു. ഇറാന് ആവശ്യമായതെല്ലാം ഞങ്ങൾ നൽകുമെന്ന പുടിൻ്റെ റഷ്യയുടെ പ്രസ്താവന കേവലം ഒരു വാക്ക് മാത്രമായിരുന്നില്ല, തികഞ്ഞ പിന്തുണയുണ്ടാകുമെന്ന സൂചന കൂടിയായിരുന്നു. ഒപ്പം പതിവ് രീതികളിലെ നയതന്ത്ര മൗനം വെടിഞ്ഞ് ചൈനയുടെ സൂക്ഷ്മമായ ഇടപെടലും ഉത്തര കൊറിയയുടെ പിന്തുണയും പുറത്തു വന്നതോടെ കാര്യങ്ങൾ ഇവിടെ നിൽക്കില്ലെന്ന നിലയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളും എത്തി. യുദ്ധമുണ്ടായാൽ അത് കേവലം ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം മാത്രമായിരിക്കില്ല. റഷ്യയും ചൈനയും ഇറാനും കൊറിയയും ചേർന്നുള്ള ഒരു ശക്തിയുടെയും ഇസ്രയേലും അമേരിക്കയും ചേർന്നുള്ള മറുശക്തിയുടെയും കരുത്തു തെളിയിക്കുന്ന വേദി കൂടിയായി അത് മാറും. ആ ശാക്തിക ചേരികളുടെ പരീക്ഷണശാലയായി അറബ് രാഷ്ട്രങ്ങൾ മാറ്റപ്പെടുമെന്ന ഉത്തമ ബോധ്യം അറബ് രാഷ്ട്രങ്ങൾക്കുമുണ്ടായി. ഇനി ഈ കാരണങ്ങൾക്കപ്പുറം മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട്. ഇറാൻ്റെ പ്രത്യാക്രമണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു എന്നതാണ് അതിലൊന്ന്. ഒരു പരിധിക്കപ്പുറം അമേരിക്കയും ഇറാൻ്റെ മേൽ ഈ അവസ്ഥയിൽ ആക്രമണം നടത്തില്ല എന്ന് ഇസ്രയേലിന് ബോധ്യമായി. പതിവ് രീതികളെന്ന പോലെ ഇറാനെ ലോകരാഷ്ട്രങ്ങൾ തള്ളിപ്പറയാൻ ഇത്തവണ മറ്റാരും മുന്നോട്ട് വന്നതുമില്ല. പകരം ഇസ്രയേലിൻ്റെ യുദ്ധക്കൊതിയും എടുത്തുചാട്ടവും നയവ്യതിയാനവും ഒപ്പം പ്രതിരോധ ശേഷി തകർന്നതുമെല്ലാം അവർക്ക് മുൻപിൽ ചർച്ചയായി. ലോകത്തിന് മുൻപിൽ ഇസ്രയേൽ കെട്ടിപ്പൊക്കിയ എല്ലാ സൽപ്പേരിനെയും അത് സാരമായിട്ട് തന്നെ ബാധിച്ചു. അയൺ ഡോമും അയൺ ഭീമും ഇറാന് വെറും കളിപ്പാട്ടങ്ങൾ മാത്രമായി. ഓരോ തവണയും ആക്രമണത്തിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. ആദ്യം ഡ്രോണുകൾ അയച്ച് അയൺ ഡോമുകളിലെ മിസൈലുകളുടെ എണ്ണം കുറക്കുക, പകരം ഹ്രസ്വദൂര മിസൈലുകൾ അയക്കുക എന്ന തന്ത്രം ഇറാൻ പ്രയോഗിച്ചു. ആദ്യം ഇറാനിൽ വലിയ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തുമ്പോഴും ഇറാൻ്റെ തിരിച്ചടി വലിയ അപകടം വരുത്താത്തതിനെ ഇസ്രയേൽ അനുകൂലികൾ പരിഹസിച്ചുകൊണ്ടിരുന്നു. പിന്നീട് വേവുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകളെത്തി. മിസൈലുകളുടെ പേരുകൾ മാറി, കരുത്തുമാറി, ആക്രമണ രീതിയും ശൈലിയും മാറി, പരിക്കിൻ്റെയും അപകടങ്ങളുടെയും ആഴവും മാറി. പിന്നീട് കണ്ടത് ഇസ്രയേലികൾ രാജ്യം വിടുന്നതാണ്. വലിയ അപകടം തന്നെ ഇസ്രയേലിൽ നടന്നു. ഇസ്രയേലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ ഇല്ലാതെയാക്കാൻ ഇറാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. വാണിജ്യ നഗരമായ ഹൈഫയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് നിരന്തരം മിസൈലുകൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നു. വലിയ ഊർജ്ജ പ്ലാന്റുകൾ, സൈനിക സാങ്കേതിക സഹായ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ലോകത്തെ നിയന്ത്രിക്കുന്ന മറ്റ് വലിയ വാണിജ്യ വ്യവസായ ഇൻ്റലിജൻസ് സ്ഥാപനങ്ങൾ, സൈബർ സ്ഥാപനങ്ങൾ, സൈനിക ബേസുകൾ, ഓയിൽ റിഫൈനറികൾ,
വലിയ വലിയ ഫാക്ടറികൾ തുടങ്ങിയവ ആക്രമിച്ച് ഇറാൻ അതിൻ്റെ ഭീകരത വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അതേസമയം ഇസ്രയേലിനകത്ത് മറ്റൊരു പ്രശ്നം അരങ്ങേറുകയായിരുന്നു. ആ രാജ്യം നേരത്തെ ചെയ്തു വന്നിരുന്നത് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള ജൂതരെ ഇസ്രയേലിലേക്ക് കൊണ്ടുവന്ന് ഇത് നിങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണെന്ന് വിശ്വസിപ്പിച്ച് ഫലസ്തീനികളുടെ ഭൂമിയും വീടും കയ്യേറുകയായിരുന്നു അവർ ചെയ്തു വന്നിരുന്നത്. അങ്ങനെ കുടിയേറി വന്നവർ അഭയാർത്ഥികളെപ്പോലെ ഞങ്ങൾക്ക് ഈ മണ്ണ് വേണ്ടെന്ന് പറഞ്ഞ് നാട് വിടുന്നതാണ് പിന്നീട് കണ്ടത്. അയൽരാജ്യമായ സൈപ്രസിലേക്ക് കിട്ടിയ ബോട്ടുകളിലും വള്ളങ്ങളിലും അവർ യാത്ര തിരിച്ചു. കൂട്ടപ്പലായനം തന്നെ നടന്നു. വ്യോമപാത അടച്ചതോടെ കപ്പലുകളെ ആശ്രയിക്കാൻ തുടങ്ങി. ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് പ്രകാരം ചില വ്യവസായികൾ വലിയ തുക തന്നെ നൽകിക്കൊണ്ട് പുതിയ പാസ്പോർട്ടുകളും കള്ള പാസ്പോർട്ടുകളും സംഘടിപ്പിച്ചുകൊണ്ട് പലയിടത്തേക്കും പലായനം ചെയ്യാൻ വ്യോമ സംവിധാനത്തെ കൂട്ടുപിടിച്ചു എന്നൊക്കെയാണ്. ഇത് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വൻ തിരിച്ചടിയായി. കൂട്ടത്തിൽ ഇസ്രയേലിൻ്റെ പ്രതിരോധശേഷി മറികടന്നുള്ള ആക്രമണം സുരക്ഷയെ ബാധിക്കുക കൂടി ചെയ്തതോടെ ഇസ്രയേലിന് പിടിച്ചു നിൽക്കാതെയും വന്നു. മറ്റൊരു കാരണം ഇറാൻ ഗൾഫ് മേഖലയിലെ നിർണായക ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാൻ്റെ പ്രസ്താവനയാണ്. ഈ പ്രസ്താവന ചെറുതായൊന്നുമല്ല ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ചത്. സൗഹൃദ രാജ്യമെങ്കിലും ചൈനയെ പോലും ഇത് സാരമായി ബാധിക്കുമെന്നത് ഇവിടെ ചേർത്ത് വായിക്കുക. ചൈനയെ മാത്രമോ? ലോകത്തിലെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ 20% ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇത് ആഗോള സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന പ്രതിസന്ധിയും ചെറുതായിരിക്കില്ല എന്ന് വൻകിട രാഷ്ട്രങ്ങൾക്കും പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾക്കും നന്നായി അറിയാം. ഇറാൻ്റെ കയ്യിലെ ഈ വജ്രായുധത്തെ കാണാതെ പോകാനും അവഗണിക്കാനും ആർക്കും കഴിഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ ഹോർമുസ് അടക്കുമെന്ന ഇറാൻ്റെ മുന്നറിയിപ്പും കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടു. 12 ദിവസത്തെ ഈ യുദ്ധത്തിൽ ഇറാന് കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നതൊരു നഗ്ന സത്യം. അതിനേക്കാൾ ഇസ്രയേലിന് ഏറ്റിട്ടുണ്ട് എന്നത് ഒരു വൻ സത്യം. എന്തിനായിരുന്നു ഈ യുദ്ധമെന്ന് ചോദിച്ചാൽ ഇസ്രയേലിന് മുൻപിൽ പ്രത്യേകിച്ചൊരു ഉത്തരവുമില്ല. ഇറാൻ്റെ കയ്യിലെ ആണവ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നു എന്ന ഭയത്തിനപ്പുറം ഇറാൻ അത്രമേൽ നിസ്സാരമായി ഇസ്രയേൽ കണ്ടു എന്നത് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഭീകരമായ മണ്ടത്തരം. ഇസ്രയേൽ ആകാശയുദ്ധ ഉപകരണങ്ങളിൽ പ്രത്യേകിച്ച് എയർ അറ്റാക്കിൽ അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ അറ്റാക്ക് നടത്താൻ മുൻപന്തിയിലാണ്. എന്നാൽ ഇറാൻ്റെ ദൗർബല്യം ഇതേ ആധുനിക യുദ്ധവിമാനങ്ങളിലാണെങ്കിൽ അവയ്ക്ക് പകരം ലോകത്തിലെ ഏത് ലക്ഷ്യങ്ങളിലേക്കും കൃത്യതയോടെ കുതിക്കുന്ന വൻ മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ട് എന്നത് ഇസ്രയേൽ കാണാതെ പോയി. വലിയ ശേഖരങ്ങൾ ഇതിൽ ഇറാനുണ്ട്. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധത്തോടൊപ്പം പിറക്കുന്നതാണ് യുദ്ധം സംബന്ധിച്ച നുണക്കഥകൾ. എല്ലാ കാലത്തും സ്വാധീനമുള്ളവർ പ്രചരിപ്പിക്കുന്ന ഒന്നാണത്. ഇക്കാലം അത്രയും പാശ്ചാത്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക ഉൾപ്പെടെ നടത്തി വന്നതും ഇതുതന്നെയായിരുന്നു. ആദ്യം പ്രൊപ്പഗണ്ട സൃഷ്ടിക്കും, പിന്നീടവ സ്ഥിരീകരിക്കും, ശേഷം തകർച്ചയുടെ നുണക്കഥകൾ നിരന്തരം എഴുതും, അത് ലോകത്തെ വിശ്വസിപ്പിക്കും. എന്നാൽ ഈ യുദ്ധത്തിൽ പാശ്ചാത്യ പ്രൊപ്പഗണ്ടകളെ സാമൂഹിക മാധ്യമങ്ങളും യുദ്ധനിരീക്ഷകളും ഓരോ സന്ദർഭങ്ങളിലും സെക്കൻഡുകൾ സഹിതം പൊളിച്ചെഴുതിക്കൊണ്ടിരുന്നു. ഓരോ പ്രൊപ്പഗണ്ടയും പൊളിഞ്ഞു വീഴുന്നതാണ് ഇസ്രയേലിന് കൂടുതൽ തിരിച്ചടിയായത്. ഇസ്രയേലിനേൽക്കുന്ന തിരിച്ചടികൾ ലോകം കാണാതിരിക്കാൻ വലിയ സെൻസറിങ് ആ രാജ്യത്ത് അവർ നടത്തി. ആ സെൻസറിങ്ങിനെയും മറികടന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളും വാർത്തകളും വിവരണങ്ങളും ലോകത്തിൻ്റെ മുൻപിലേക്ക് എത്തിയതോടെ ഇസ്രയേൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതായതോടെ അമേരിക്കയോട് അഭ്യർത്ഥിച്ച് ഇസ്രയേൽ വെടിനിർത്താൻ ആവശ്യപ്പെട്ടു. ഒരു പക്ഷേ ഇത് താൽക്കാലികം മാത്രമാവാം. ഇറാനിനുള്ളിലെ മൊസാദ് ചാരന്മാർക്ക് പണിയെടുക്കാനുള്ള അവധിയോ ഇറാന് ആണവായുധം എത്രയും വേഗം തയ്യാറാക്കുവാനുള്ള സമയമോ ആണോ ഇതെന്ന് കണ്ടറിയുക തന്നെ വേണം. അതിനുള്ളിൽ താൽക്കാലികമായി രക്ഷപ്പെട്ടത് അറബ് രാജ്യങ്ങൾ കൂടിയാണ്. പക്ഷേ ഇത് വെറും താൽക്കാലികമാണ് എന്നോർക്കണം. waytonikah.com, the exclusive Muslim matrimonial site.